الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ആഹ്ലാദകരമായ ഒരു കൂടിച്ചേരലാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ പിഞ്ചു മക്കളെല്ലാം ആവേശപൂർവം അത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചെറിയ ചില കുടുംബ വിചാരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിച്ച് നോക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാഹു തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. കുടുംബം എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ സുഖമുള്ള ഒരു പദമാണ്. മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഒരുപാട് കഴിവുകളും സാധ്യതകളും ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ മുന്തിരിവള്ളി പോലെയാണ് മനുഷ്യൻ എന്ന് പറയാറുണ്ട്. മുന്തിരി എത്ര മുന്തിയ ഇനമാണെങ്കിലും അത് വളരാനും പൂവിടാനും കായ്ക്കാനും അതിൽ നിന്ന് ഫലം ലഭിക്കാനും അതിന് ഒരു സഹായം, ഒരു നാട്ട, ഒരു പന്തൽ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ആ വള്ളി നിലത്ത് തന്നെ കിടന്ന് നശിച്ചു പോവുകയാണ്, ചീഞ്ഞു പോവുകയാണ് ചെയ്യുക. ആ വള്ളി ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു ചെറിയ വടിയെടുത്ത് കുത്തിക്കൊടുത്താൽ അതിന് വളർന്ന് മുന്നോട്ട് ഉയർന്നു കയറാൻ ഉള്ള ഒരു പന്തൽ ഉണ്ടാക്കി കൊടുത്താൽ അത് മുകളിലേക്ക് വളരുകയും നല്ല കായ് ഫലം ലഭിക്കുകയും ചെയ്യും. മനുഷ്യന്മാരെ കുറിച്ച് ആൾക്കാർ എന്ന് പറയാറുണ്ട്. ആൾ എന്ന് പറഞ്ഞാൽ ആളുന്നവൻ എന്നാണ്, ജ്വലിക്കുന്നവൻ, മുകളിലേക്ക് ഉയരുന്നവൻ എന്നാണ്. അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. തല ഉയർത്തിപ്പിടിച്ച് എപ്പോഴും മുകളിലേക്ക് വളരാൻ മനുഷ്യനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആ ആഗ്രഹം നല്ലതാണ്. ആ ആഗ്രഹത്തിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ നമസ്കാരത്തിൽ ഇടയിലിരുത്തത്തിൽ വർഫഅനി എന്ന് പറയുന്നത്. ഞങ്ങളെ ഉയർത്തിത്തരണമേ എന്ന് പറയുന്നു. അങ്ങനെ വളർന്നു കയറാൻ, മനുഷ്യന് പിടിച്ചു കയറാൻ, അവൻ പരിപൂർണമായും പ്രയോജനപ്രദമാകും വിധം ഉയരാൻ അവനുള്ള പന്തലാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് വലിയ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കുടുംബം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആരോരും കാണാത്ത കാലത്ത്
ആ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ കുപ്പായത്തിനുള്ളിൽ കൈവച്ച് നോക്കിയാൽ കാണുന്ന തടയുന്ന അടയാളമുണ്ട്. നമ്മുടെ പൊക്കിൾ കൈയില്ലാതെ, കണ്ണില്ലാതെ, കാലില്ലാതെ ഒക്കെ ജനിച്ച കുട്ടികൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും പൊക്കിളില്ലാതെ ജനിച്ച ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതവിടെ ഒരു അടയാളമാണ്. ജനിക്കുമ്പോഴുള്ള പല അടയാളങ്ങളും പിന്നീട് മാഞ്ഞു പോകുമെങ്കിലും ഈ ദുനിയാവിനോട് വിട ചൊല്ലുന്നത് വരെ മാഞ്ഞു പോകാത്ത ഒരു അടയാളമാണ് നമ്മുടെ പൊക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഉമ്മ നമ്മളെ ഊട്ടിയ വഴിയാണത്. അന്ന് നമ്മുടെ വായയും പല്ലും നാവും അങ്ങനെയല്ല നമ്മൾ ആഹരിച്ചത്. ഇന്നിപ്പോൾ ഉമ്മ കുടിച്ച ബാക്കി വെള്ളം കുടിക്കാനോ ഉമ്മ ഉപയോഗിച്ച ഗ്ലാസ് കഴുകാതെ ഉപയോഗിക്കാനോ നമുക്ക് നമ്മുടെ ശുചിത്വബോധം നമ്മെ സമ്മതിക്കുകയില്ല. അതേസമയത്ത് ആ ഉമ്മ ചവച്ചരച്ച് തിന്നതും കുടിച്ചതുമാണ് ഈ പൊക്കിൾ വഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ആരംഭിച്ച് നവജാത ശിശുവായി നമ്മൾ ജനിച്ചു വീണ ഉടനെ മാതാവിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വലിയ സേവനങ്ങൾ നമ്മൾ സാധാരണ നമ്മുടെ അടുത്ത കുടുംബക്കാരായിട്ട് എണ്ണുന്ന ആളുകളുണ്ടല്ലോ, അവര് മാത്രമല്ല, നമ്മൾ തൊട്ടിലാടിയപ്പോൾ ആടിയിട്ടുള്ള ഒരുപാട് കണ്ണുകളുണ്ട്. നമ്മളൊന്ന് ചിരിച്ചു കാണാൻ വേണ്ടി നമ്മുടെ മുഖത്ത് നോക്കി കോപ്രായങ്ങൾ കാണിച്ചവരുണ്ട്. നമ്മുടെ കൈ വളരുമ്പോ, കാല് വളരുമ്പോ, നമ്മളൊരു പുതിയ കഴിവ് നേടിയെടുത്തപ്പോൾ, നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ, ഒന്ന് നടക്കാൻ പിച്ച വെച്ച് തുടങ്ങിയപ്പോൾ ഒക്കെ ആഘോഷപൂർവം, ആവേശപൂർവം പ്രോത്സാഹിപ്പിച്ചവരും സന്തോഷിച്ചവരുമുണ്ട്. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ, ഇവരെല്ലാം ചേർന്നതാണ് നമ്മുടെ ബന്ധുജനങ്ങൾ എന്ന് പറയുന്നത്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും മനുഷ്യന് നേരത്തെ ഞാൻ പറഞ്ഞ പന്തൽ വളരാനും ഉയരാനും ആവശ്യമായിട്ടുള്ള ഈ സഹായം ലഭിച്ചിട്ടുള്ളത് കുടുംബത്തിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കുടുംബമില്ലാത്ത ആളുകൾ ആരും തന്നെ ഇല്ല. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട പല ആളുകളുമുണ്ട്. നമ്മുടെയൊക്കെ തന്നെ ചുറ്റുപാടുകളിലുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുകൾ സന്ദർശിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അവിടെയുള്ള ആളുകൾ നമ്മളോട് പറയും, നിങ്ങൾ ഇവരുടെ പൂർവകാലത്തെ കുറിച്ച് ചോദിക്കരുത് എന്ന്. അത്തരത്തിലുള്ള അഭയ കേന്ദ്രങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെയുള്ള ഉമ്മമാരോട്, ഉപ്പമാരോട് മക്കളെ കുറിച്ച് ചോദിക്കരുത് എന്ന്, കുടുംബത്തെക്കുറിച്ച് ചോദിക്കരുത് എന്ന്. കാരണം അതവർക്ക് വലിയ വേദന നൽകുന്ന ഓർമ്മയാണ്. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ആളുകൾ അവർ അനുഭവിക്കുന്ന തീക്ഷ്ണമായ വികാരം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്കുള്ള സന്ദേശം, കുടുംബം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്, നാം കുടുംബത്തോടൊപ്പമായിരിക്കുക എന്ന് പറയുന്നത്, കുടുംബം നമ്മോടൊപ്പമായിരിക്കുക എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന വലിയ അനുഗ്രഹമാണ് എന്നുള്ളതാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്ത് കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നത് ഗണിതശാസ്ത്ര യുക്തിയിലാണ്. എനിക്ക് എന്ത് കിട്ടും എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നും കൂട്ടിയാൽ 2, പിന്നെ അതിനോട് എത്ര ഒന്ന് ചേർക്കുന്നുവോ അത്രയും അത് പെരുകിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് എല്ലാറ്റിനെയും ആളുകൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഗണിതശാസ്ത്ര യുക്തിക്കകത്ത് ഒതുക്കി നിർത്താൻ കഴിയുന്നതല്ല നമ്മുടെ കുടുംബം
ആ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. എങ്ങനെയാണ് 10 മാസക്കാലത്തോളം നമ്മെ ഗർഭം ചുമന്ന ഉമ്മയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ നമുക്കങ്ങനെ ഒരു അക്കങ്ങളിൽ പറയാൻ കഴിയുക? ഉമ്മ ഗർഭിണിയായപ്പോൾ ആ കാലഘട്ടത്തിൽ വല്ലാതെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നടന്ന പിതാവിന്റെ വികാരങ്ങളെ നമുക്ക് എങ്ങനെയാണ് ഗണിതശാസ്ത്ര യുക്തിയിൽ അളക്കാൻ കഴിയുക? എല്ലാ ഗണിതശാസ്ത്രത്തിനും അപ്പുറത്ത് ഒരു സ്നേഹശാസ്ത്രം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഒന്നും ചേരുമ്പോൾ രണ്ടല്ല, ഒന്നും ചേരുമ്പോൾ 2 എന്നതാണ് ഗണിതശാസ്ത്രമെങ്കിൽ ഒന്നും ചേരുമ്പോൾ ഇമ്മിണി വലിയ 1 എന്ന് പറയുന്ന സ്നേഹശാസ്ത്രമാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം. വൈക്കം മുഹമ്മദ് ബഷീർ അത് മനോഹരമായി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഒരു വീട്ടിലുള്ള ആൺകുട്ടിയും മറ്റൊരു വീട്ടിലുള്ള പെൺകുട്ടിയും തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ വളർന്ന, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള, വ്യത്യസ്തമായ ശീലങ്ങളുള്ള ഈ വ്യത്യസ്തതകൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇണകളായി തീരാൻ കഴിയുന്നത്. വ്യത്യസ്തതകളില്ലെങ്കിൽ ഇണകളാവാൻ കഴിയില്ല. നമ്മുടെ കാലിൽ ധരിക്കുന്ന നമ്മുടെ ചെരുപ്പ് അത് ഒരു ജോഡി ചെരുപ്പാകുന്നത് എപ്പോഴാണ്? ഒന്ന് ഇടത്തോട്ടും മറ്റേത് വലത്തോട്ടും തിരിഞ്ഞിരിക്കുമ്പോഴാണ്. 2 ചെരുപ്പും ഇടത്തോട്ട് തിരിഞ്ഞിരുന്നാൽ രണ്ടും കാണാൻ ഒരുപോലെ ഉണ്ടാകുമെങ്കിലും അത് നമുക്ക് പ്രയോജനപ്രദമാവുകയില്ല. 2 വലത്തോട്ട് തിരിഞ്ഞിരുന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും തിരിഞ്ഞിരിക്കണം. അഥവാ ആണായിരിക്കണം, പെണ്ണായിരിക്കണം. പുരുഷൻ പൗരുഷം പ്രകടിപ്പിക്കുകയും സ്ത്രീ സ്ത്രൈണത പ്രകടിപ്പിക്കുകയും ചെയ്യണം. ഈ പുരുഷന്റെ പൗരുഷത്തെ ഇല്ലാതാക്കുകയും അല്ലെങ്കിൽ സ്ത്രീയുടെ സ്ത്രൈണതയെ ഇല്ലാതാക്കുകയുമാണ് സമത്വത്തിന് വേണ്ടത് എന്നതൊരു മിഥ്യാധാരണയാണ്. അപ്പോഴത് ഇണകളല്ലാതായി മാറുകയാണ് ചെയ്യുക. 2 വീട്ടിൽ ജനിച്ച, 2 കുടുംബത്തിൽ വളർന്ന, 2 സംസ്കാരം ശീലിച്ച ആളുകൾ തമ്മിൽ പുരുഷൻ അവന്റെ വിരൽത്തുമ്പുവരെ പുരുഷനാണ്, സ്ത്രീ അവളുടെ വിരൽത്തുമ്പുവരെ സ്ത്രീയാണ്. ഇവർ 2 പേരും കൂടിച്ചേരുമ്പോൾ ഒന്നും ഇമ്മിണി വലിയ 1 എന്നുള്ള അർത്ഥത്തിലേക്ക് അത് മാറുകയാണ്. ആ സ്നേഹശാസ്ത്രത്തിലൂടെ തന്നെ വേണം പിന്നീട് ജീവിതകാലം മുഴുവനായും നമുക്ക് മുന്നോട്ട് പോകാൻ. ഗണിതശാസ്ത്രത്തിലൂടെയാണ് നമ്മുടെ കുടുംബം ബന്ധം ആരംഭിക്കുന്നതെങ്കിൽ അത് തിരുത്തി സ്നേഹശാസ്ത്രത്തിന്റെ മോഡിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. പ്രയോജനപ്രദമാകുന്ന കാലത്തു മാത്രം നിലനിൽക്കുന്ന ഒരു ബന്ധമായി തീരുമത്. ഭയപ്പാടിന്റെ കാലത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു ബന്ധമായി തീരുമത്. അവകാശങ്ങളെക്കുറിച്ച് മാത്രം ബോധമുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് എത്ര പരുക്കനായിരിക്കും. ഇപ്പൊ അങ്ങനല്ലേ, എല്ലാവരും അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു, അധ്യാപകർ അവർക്ക് കിട്ടാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു, പുരുഷൻ അവന്റെ അവകാശത്തെക്കുറിച്ച് പറയുന്നു, സ്ത്രീ അവളുടെ അവകാശത്തെക്കുറിച്ച് പറയുന്നു. ഇസ്ലാം എന്തു പറയുന്നു? ഇസ്ലാം ലോകത്തുള്ള മുഴുവൻ പടപ്പുകളുടെയും അവകാശത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം ആ പടപ്പുകളുടെ ബാധ്യതയെക്കുറിച്ച്, അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുമെന്ന് പറയുന്ന സ്നേഹശാസ്ത്രമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചില ആളുകളുടെ ജീവിതം കണ്ടാൽ, അവരുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് തോന്നുക ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു ഓട്ടമത്സരമാണ് എന്നാണ്. ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത്? നീ അവന്റെ കീഴിലാണോ? അല്ല, നീ അവളുടെ കീഴിലാണോ? അല്ലെ, അവൻ പറഞ്ഞതൊക്കെ കേട്ട് നടക്കുകയാണല്ലേ, അല്ലെ, അവള് പറയുന്നതെല്ലാം കേട്ട് നീ ഇങ്ങനെ ജീവിക്കുകയാണല്ലേ. ആണും പെണ്ണും തമ്മിലുള്ള ഓട്ടമത്സരത്തിന്റെ പേരല്ല
ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. സ്നേഹത്തോടു കൂടിയിട്ട് അവകാശങ്ങൾ നൽകാൻ, ബാധ്യതകൾ നിർവഹിക്കാൻ, ചുമതലകൾ വഹിക്കാൻ മത്സരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തെ കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കി തീർക്കുക. ഭൗതികമായ വിഭവങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് സന്തോഷം ലഭിക്കുമോ? ഭൗതിക വിഭവങ്ങളുടെയൊക്കെ പരിമിതിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാള് നമ്മളെ പിടിച്ചു കൊണ്ടുപോയി, എന്നിട്ട് നമ്മുടെ മുമ്പിൽ 1 കിലോ സ്വർണം വെച്ച് തരികയാണ്. അപ്പൊ നമ്മൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതേ മനുഷ്യൻ തന്നെ നമുക്ക് 1 കിലോ നല്ല നേന്ത്രപ്പഴവും വെച്ച് തരികയാണ്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. എന്ത് ചോദിക്കാനാണ്? ആരെങ്കിലും നേന്ത്രപ്പഴം സ്വീകരിക്കോ? ഉടനെ സ്വർണം എടുക്കും. സ്വർണം 1 കിലോ ഒന്നും വേണമെന്നില്ല. ഒരു പൊട്ടു സ്വർണമാണെങ്കിലും ബുദ്ധിയുള്ളവർ അതാണല്ലോ എടുക്കുക. 1 കിലോ നേന്ത്രപ്പഴം ആർക്ക് വേണം താരതമ്യത്തിൽ? പക്ഷെ കഥ ആരംഭിക്കുന്നേ ഉള്ളൂ. പിന്നീട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവർ തടവിലിടുകയാണ് ചെയ്യുന്നത്. ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിടും. അങ്ങനെ അടച്ചുപൂട്ടി 1 ദിവസം കഴിഞ്ഞു. 2-ാമത്തെ ദിവസം ആരംഭിച്ചു. 2-ാമത്തെ ദിവസവും കഴിഞ്ഞു. 3-ാമത്തെ ദിവസം ആരംഭിച്ചു. ബുദ്ധിപൂർവം നിങ്ങൾ കൈവശപ്പെടുത്തിയ 1 കിലോ സ്വർണമുണ്ട് നിങ്ങളുടെ കയ്യിൽ. വിശക്കുന്ന വയറിന് ആ 1 കിലോ സ്വർണം കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോഴാണ് നമ്മുടെ ബുദ്ധി എത്രത്തോളം ആപേക്ഷികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അന്നേരം താരതമ്യേന വില കുറഞ്ഞ 1 കിലോ നേന്ത്രപ്പഴമായിരുന്നു നമ്മൾ എടുത്തിരുന്നതെങ്കിൽ, ഒന്നും കിട്ടാതെ വിശപ്പ് സഹിക്കാൻ കഴിയാത്ത അവസരത്തിൽ അതെത്രമേൽ പ്രയോജനപ്പെട്ടേനെ. ഇതാണ് ഭൗതിക വിഭവത്തിന്റെ കഥ. പ്രളയമുണ്ടായപ്പോൾ നമ്മൾ കണ്ടല്ലോ, ബാങ്ക് ബാലൻസ് ഉള്ള ആളുകൾ, വലിയ പണക്കാരായ ആളുകൾ, വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകൾ, വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ ടെറസിന് മുകളിൽ കുടുങ്ങിപ്പോയ, പുകക്കുഴലിന്റെ മുകളിൽ കുടുങ്ങിപ്പോയ അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് ഒരിറ്റ് ശുദ്ധജലമാണ്. വാട്ടർ ട്രീറ്റ്മെന്റ് ഫാക്ടറി തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല, അപ്പോഴത്തെ ഒരു തുള്ളി വെള്ളം. ഭൗതിക വിഭവങ്ങൾ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. എന്നാൽ മനുഷ്യന്റെ മനസ്സ് വിശാലമാണെങ്കിൽ, ആ മനസ്സ് നിറയെ സ്നേഹമാണെങ്കിൽ, ആ മനസ്സ് നിറയെ കാരുണ്യമാണെങ്കിൽ, ആ മനസ്സിൽ നിന്ന് ആ സ്നേഹത്തെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ ഒരു കൊള്ളക്കാരനും സാധ്യമല്ല. അത് പൂട്ടിവെക്കാൻ ഒരു കമ്പനിയുടെ താഴും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഭൗതിക വിഭവങ്ങൾ കൊണ്ട് മാത്രം സുഖം ലഭിക്കുകയില്ല, അങ്ങനെ കൂടുമ്പോൾ ഇമ്പമുണ്ടായി തീരുകയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണ്ടത്. അതിനെല്ലാം അപ്പുറത്താണ് യഥാർത്ഥത്തിൽ മനുഷ്യബന്ധങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതായി ഉണ്ട്. എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. അതുകൊണ്ടാണ് വിവാഹം എന്ന സന്തോഷാവസരത്തിൽ നമ്മൾ എല്ലാവരെയും വിളിച്ചു ചേർക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിജയാഘോഷങ്ങളിൽ നമ്മൾ എല്ലാവരെയും വിളിച്ചു ചേർക്കുന്നത്. ഒറ്റക്കൊരു സന്തോഷമുണ്ടാവും. നമ്മൾ ഒറ്റക്ക് ഒരിടത്തിരുന്ന് സന്തോഷിക്കുക, ഒറ്റക്ക് ചിരിക്കുക. നമ്മൾ എന്താണ് അവരെ വിളിക്കുക? ഒരാൾ ഒറ്റക്ക് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചാൽ നമ്മൾ എന്താണ് അവരെ വിളിക്കുക? ഒറ്റക്കൊരു സന്തോഷമല്ല. ഒറ്റക്ക് വേണമെങ്കിൽ കരയാൻ പറ്റും. ആരും കാണാതെ ഒറ്റക്ക് തനിച്ചിരുന്ന് കരയാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കും. കണ്ണുനീരിങ്ങനെ ധാരധാരയായി അതിങ്ങനെ ഒഴുകിപ്പോകാൻ ചിലപ്പോൾ കഴിയും. പക്ഷെ എങ്ങനെയാണ് ഒറ്റക്ക് സന്തോഷിക്കുക? അതുകൊണ്ടാണ് സന്തോഷാവസരത്തിൽ നമുക്ക് ഒന്നായിരിക്കണം, എല്ലാവരും ഒരുമിച്ചുണ്ടാകണം. എങ്കിൽ ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സ്വർഗമാണ്. സ്വർഗമാണ്. അവസാനിച്ചു പോകാത്ത സുഖസൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം.
ആ സന്തോഷത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ വേണ്ടേ? നമ്മുടെ മാതാപിതാക്കൾ വേണ്ടേ? നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂടെ വേണ്ടേ? ഏതോ ഒരു ഉരുൾപൊട്ടലിലോ ഒരു ഭൂമി കുലുക്കത്തിലോ ഒരു സുനാമിയിലോ ഇനി പറയാൻ ഒരു കാരണവുമില്ലാതാകുമ്പോൾ കുഴഞ്ഞു വീണ് തീർന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴോ അവസാനിച്ചു പോകാനുള്ള ഈ നശ്വരമായ ലോകമല്ലല്ലോ പ്രധാനം. അത് പെട്ടെന്ന് ഒടുങ്ങി തീർന്നു പോകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തെ ഇതുവരെയുള്ള ഓർമ്മകൾ, ഇതുവരെയുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നമുക്ക് എത്ര സമയം വേണം? വളരെ കുറഞ്ഞ സമയം മതി. പക്ഷെ ഖാലിദീന ഫീഹ അബദ, ഒരിക്കലും അവസാനിച്ചു പോകാത്ത നിത്യസ്വർഗം. ആ അവസാനിച്ചു പോകാത്ത നിത്യസ്വർഗത്തിൽ അവിടെ വലിയ സുഖ സൗകര്യങ്ങളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മോൻ അവിടെ വേണ്ടേ? നമ്മുടെ മോള് വേണ്ടേ? നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മ വേണ്ടേ? നമുക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത, നമ്മൾ സ്വീകരിച്ച തണലെല്ലാം നമ്മുടെ പിതാവ് കൊണ്ട വെയിലാണല്ലോ. ആ വാപ്പ അവിടെ വേണ്ടേ? വേണം. പക്ഷെ അത് സാധ്യമാണോ? സാധ്യമാണ്. ഖുർആൻ പറയുന്നുണ്ട്, ആരാണ് അങ്ങനെ ഉണ്ടാവുക? അങ്ങനെ ഉണ്ടാവുക സ്വാലിഹീങ്ങളാണ്. സ്വർഗത്തിൽ ഒരുമിച്ച് കഴിയാൻ ഭാഗ്യം കിട്ടുക സ്വാലിഹീങ്ങൾക്കാണ്. വമൻ സ്വലഹ എന്നാണ് ഖുർആൻ പറഞ്ഞത്. സ്വാലിഹീങ്ങളായ ആളുകൾ. എന്തേ നിങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിക്കൂ അത്രേ. സ്വർഗത്തിലെ ചില ആൾക്കാരോട്, കുടുംബത്തോടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കൂ അത്രേ. എളാപ്പ, മൂത്താപ്പ, അമ്മായി, ജ്യേഷ്ഠന്, അനുജന് എല്ലാരും ഒന്നിച്ചുണ്ടല്ലോ, നിങ്ങളെങ്ങനെ ഇവിടെ ഒന്നിച്ച് എത്തിയത് എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ അവര് പറയും, ഞങ്ങൾ ദുനിയാവിൽ പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചവരായിരുന്നു എന്ന് പറയുന്നതാണ്. പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചവരായിരുന്നു. ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ ഈ വരാനുള്ള പരലോകത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധമുണ്ടായിരുന്നു. ഞങ്ങൾ കുടുംബത്തിലായിരിക്കെ, ദുനിയാവിലായിരിക്കെ ഞങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ആളുകളാണ് അവിടെ എത്തുക എന്ന് പറയുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, മനുഷ്യ സമൂഹം അങ്ങനെയാണല്ലോ. ആ മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു സമൂഹം എങ്ങനെയാണ് സ്വസ്ഥതയുള്ള സമൂഹമാവുക? ഒരു സമൂഹം സ്വസ്ഥതയുള്ള സമൂഹമാകണമെങ്കിൽ ചിലത് ആ സമൂഹത്തിൽ ഉണ്ടാകണം. എങ്കിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് ഒരു കുടുംബം സ്വാലിഹായ കുടുംബമായി തീരണമെങ്കിൽ ആ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്. ഞാനതിനെ 4 അക്കങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കാം. ഒന്നാമതായി തന്നെ വേണ്ടത്, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു ജമാഅത്തായിരിക്കണം എന്നതാണ്. സംഘടിതമായിരിക്കണം നമ്മുടെ കുടുംബം. ചില കുടുംബങ്ങളെങ്കിലും റെസ്റ്റോറന്റ് കുടുംബങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് നമ്മൾ ഇരുന്നാൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ആളും നമ്മളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ സപ്ലയറോട് നമുക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്യുന്നു, അത് വരുന്നു, അത് ഭക്ഷിക്കുന്നു, അതിന് ബില്ലടയ്ക്കുന്നു. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് നമ്മൾ ഒരുപക്ഷെ ഒരു ആശയവിനിമയം നടത്തിക്കൊള്ളണമെന്നില്ല. നമ്മുടെ തൊട്ടു മുമ്പിലിരിക്കുന്നയാൾ എന്ത് വാങ്ങുന്നു, ഭക്ഷിക്കുന്നു എന്നത് നമ്മുടെ വിഷയമേ അല്ല. ഇങ്ങനെ ചില വീടുകളുണ്ട്. ഉമ്മയും പെങ്ങളും ഭാര്യയും ഒക്കെ സപ്ലയേഴ്സ് ആയിട്ടുള്ള കുടുംബങ്ങൾ, ഓരോരുത്തരായി വന്നിരുന്ന് കഴിച്ചു പോകുന്ന കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. മക്കളെ കുറിച്ച് ചോദിക്കുമ്പോ മൂത്തോൻ എവിടെയാണ് എന്ന് ധാരണയില്ലാത്ത, ഇളയവൻ എന്തു ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൂടാത്ത, അല്ലേ, ഉപ്പാക്ക് എന്താണ് പണി എന്ന് പോലും അറിഞ്ഞുകൂടാത്ത, മൂപ്പൻ എന്താ ചെയ്യുന്നതെന്ന് ഇപ്പം കൃത്യമായൊരു ധാരണയില്ല എന്ന് പറയേണ്ടി വരുന്ന, ഓൾ എന്തോ ഒരു കോഴ്സിന് പോണുണ്ട് എന്നതിനപ്പുറത്തൊന്നും നിശ്ചയമില്ലാത്ത, കല്യാണത്തിന് വീട്ടിൽ നിന്ന് പോകുന്നത് ഒരേ കല്യാണ വീട്ടിലേക്കാണെങ്കിലും ഞാൻ പോവാണ്, നീ അവിടെ എത്തിക്കോ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും 2 നേരത്തെ ഇറങ്ങിപ്പോകുന്ന, അല്ലെ, ഒരേ മരണ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലും പരസ്പര ബന്ധമില്ലാതെ പോയി തിരിച്ചു വരുന്ന, വീട്ടിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ ഓരോരുത്തരും തോന്നിയ ഇടങ്ങളിൽ വെച്ച് ഒറ്റക്കൊറ്റക്ക് മാത്രം നമസ്കരിക്കുന്ന, അല്ലേ, അതിനു പകരം ഒരു ജമാഅത്തായിരിക്കണം.
ഒരേ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഒരാൾ ഒരല്പം കാത്തു നിന്നിട്ടാണെങ്കിൽ പോലും ഒന്നിച്ചിറങ്ങാൻ കഴിയുന്ന പരസ്പര ബന്ധമുള്ള ഒരു കുടുംബം. അതിനാണ് ജമാഅത്തായിരിക്കണം എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ ചെറിയ ഘടകമാണ് കുടുംബം എന്നതുകൊണ്ട് കുടുംബത്തിന് ഈ ഗുണമുണ്ടെങ്കിൽ അവിടെ സ്വസ്ഥതയുണ്ടാകും. മഹല്ലിൽ ആ സ്വഭാവമുണ്ടെങ്കിൽ ആ മഹല്ല് ജമാഅത്ത് സ്വസ്ഥതയുണ്ടാകും. സമൂഹത്തിൽ ആ ജമാഅത്തായിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അവിടെയും അതിന്റെ സുഖം ഉണ്ടാവും. ഇങ്ങനെ കുടുംബം ജമാഅത്താണെങ്കിൽ പിന്നെ വേണ്ടത് കൂടിയാലോചനയാണ്. അതിനെ നമുക്ക് രണ്ടാമത്തെ ഒരു നമ്പറായിട്ട് എണ്ണാം. ഒരു സമൂഹം സംഘടിതമാണെങ്കിൽ, ഒരു കുടുംബം സംഘടിതമാണെങ്കിൽ പിന്നെ അവിടെ അനിവാര്യമായി തീരുന്നതാണ് കൂടിയാലോചന. കൂടിയാലോചനയില്ലാത്ത സംഘടിത സ്വഭാവം അർത്ഥമില്ലാത്തതാണ്. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് തീരുമാനിക്കുന്നതിന് പകരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. മുലകുടിയെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ കൂടിയാലോചിക്കുക എന്ന് പറഞ്ഞല്ലോ. വീട്ടിൽ കറിയുണ്ടാക്കുന്ന വിഷയം തുടങ്ങി സ്വത്തുവകകൾ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്ന കാര്യത്തിൽ പോലും പരസ്പരമുള്ള കൂടിയാലോചനകൾ. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയുടെ നേരത്ത് വിഷമിച്ചിരിക്കുമ്പോ കൂടെയുണ്ടായിരുന്ന പ്രിയ പത്നി ചോദിച്ചല്ലോ, എന്താണ് റസൂലേ അങ്ങേക്ക് വിഷമമെന്ന്? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എന്ന് പറയുകയായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ റസൂലായി അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കെ ഞാൻ അവരോട് തലമുണ്ടനം ചെയ്യാൻ പറയുന്നതും ബലിയെറുക്കാൻ പറയുന്നതുമൊന്നും അവരനുസരിക്കുന്നില്ലല്ലോ എന്ന വിഷമത്തിലാണ് ഞാൻ. സഹാബിമാര് മക്കയിലേക്കുള്ള പ്രവേശനം തടയപ്പെട്ട വിഷമത്താൽ സ്തംഭിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു അത്. ഭാര്യ ചോദിച്ചു, ഞാനൊരു ഉപായം പറയട്ടെ? പറഞ്ഞോളൂ. ഇനി അങ്ങ് ആരോടും ഒന്നും കൽപ്പിക്കേണ്ടതില്ല, അങ്ങ് തനിയെ ഇത് ചെയ്തു നോക്കൂ, എല്ലാവരും കാണുന്നൊരിടത്ത് കയറി നിന്ന്. കൂടിയാലോചനയാണ്, വിഷയങ്ങൾ പങ്കുവെക്കലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ കൽപ്പന വന്നല്ലോ മകനെ അറുക്കണമെന്ന്. അള്ളാഹു കൽപ്പിച്ച ഏതു കൽപ്പനയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വേണ്ടെന്ന് വെക്കുക? ഒരു കൽപ്പനയും വേണ്ടെന്ന് വെക്കില്ല. പക്ഷെ എന്നാലും മോനോട് ചോദിക്കുകയാണ്, മോനെ അള്ളാന്റെ ഒരു കൽപ്പന ഉണ്ട് കേട്ടോ ഇങ്ങനെ, എന്താണ് നിന്റെ അഭിപ്രായം? ഉടനെ തന്നെ മകന്റെ മറുപടിയാണ്, കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്തോളൂ പ്രിയ പിതാവേ. കൂടിയാലോചനയാണ്. നമ്മുടെ കുടുംബത്തിൽ അതുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ സ്വസ്ഥതയുണ്ടാകും. ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ മുതൽ വലിയ ഗൗരവപ്പെട്ട കാര്യങ്ങൾ വരെ കൂടിയാലോചിക്കാനും പരസ്പരം ബോധ്യപ്പെടുത്താനും പങ്കുവെക്കാനും നമുക്ക് കഴിയുമെങ്കിൽ അത് കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വളരെ അനിവാര്യമാണ്. പിന്നെന്താ വേണ്ടത്? ഒരു നേതാവ് വേണം. നേതാവില്ലാതെ ഈ ഒരു സംവിധാനം ഒന്നും നിലനിൽക്കൂല. ആ നേതൃത്വം അനിവാര്യമാണ്. ആ നേതാവ് ഉണ്ടായാൽ പോരാ, അതിന് അനുസരണ ലഭിക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ വലാ ഇമാറത ഇല്ലാ ബിൽ ഇതാഅ. സംഘടിത സ്വഭാവത്തിലല്ലാതെ ഇസ്ലാം ഇല്ല, അത് നിലനിൽക്കുകയില്ല. മനസ്സിലായല്ലേ? നേതൃത്വമില്ലാതെ സംഘടിത സ്വഭാവവും നിലനിൽക്കുകയില്ല, അനുസരണമില്ലാതെ നേതൃത്വവും നിലനിൽക്കുകയില്ല. ഇത് കുടുംബത്തിലുണ്ടെങ്കിൽ അവിടെ സ്വസ്ഥതയുണ്ട്, സമൂഹത്തിലുണ്ടെങ്കിൽ അവിടെ സ്വസ്ഥതയുണ്ട്. എവിടെ ഈ സ്വഭാവങ്ങളുണ്ടോ അവിടെ എല്ലാം ഭദ്രതയുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ കുടുംബമാകാൻ നമ്മൾ സൂക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ഫിത്രത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. കുല്ലു മൗലൂദി യുവലദു അലൽ ഫിത്ര. പടച്ചതമ്പുരാൻ എല്ലാ മനുഷ്യന്മാരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ശുദ്ധ പ്രകൃതത്തോട് കൂടിയിട്ടാണ്. എല്ലാവരെയും സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അല്ലാഹു അല്ലാത്ത ഒരാളെയും ഇലാഹായി സ്വീകരിക്കാത്ത രീതിയിൽ
ഒരാളുടെ മുമ്പിലും തന്നെ അടിയറ വെക്കാത്ത രീതിയിൽ അന്തസ്സുള്ളവരായാണ് മുഴുവൻ മനുഷ്യരെയും റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നീട് അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ സ്വീകരിക്കുന്നിടത്തേക്ക് മനുഷ്യന്റെ ജീവിതം അധപ്പതിച്ചു പോകുന്നത് എപ്പോഴാണ്? ആ ഫിത്രത്ത്, ശുദ്ധപ്രകൃതം നഷ്ടപ്പെടുത്തുമ്പോഴാണ്. നമ്മുടെ കുടുംബത്തിൽ, വീട്ടിനകത്ത് ദീനിന് മുൻഗണന നൽകാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, നമ്മൾ പറയാറില്ലേ നിങ്ങൾ ഖുർആനിനെ മുകളിൽ വെക്കണമെന്ന്? നമ്മളെല്ലാവരും ചെയ്യാറുണ്ടല്ലേ? മദ്രസ വിട്ട് വന്ന കുട്ടികളോട് നമ്മൾ പറയും മുസാഫ് എടുത്തിട്ട് മേലെ വെക്കാൻ. എല്ലാ പുസ്തകത്തിനും മേലെയാണ് മുസാഫ്. നമ്മുടെ ബുക്ക് ഷെൽഫിലും അങ്ങനെയാണ്, എല്ലാ പുസ്തകങ്ങളുടെയും മേലെയാണ് മുസ്ഹഫ്. പക്ഷേ അത് മുസ്ഹഫ് മാത്രമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഖുർആനിനെ മേലെ വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. വീടുണ്ടാക്കുന്നിടത്ത്, വിവാഹം കഴിക്കുന്നിടത്ത് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ അവിടെയെല്ലാം മുസ്ഹഫ് എന്ന് പറയുന്ന ആ കിതാബിനെയല്ല, അതിനകത്തിരിക്കുന്ന ഖുർആനിനെ, അതിന്റെ ആശയങ്ങളെ, കൽപ്പനകളെ, നിരോധങ്ങളെ, മുന്നറിയിപ്പുകളെ, സന്തോഷ വാർത്തകളെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അഭിപ്രായത്തെക്കാളും മേലെ വെക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ദീനിന് മുൻഗണന നൽകാൻ നമുക്ക് കഴിയുമെങ്കിൽ, ആ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാണെങ്കിൽ സ്വാലിഹീങ്ങളുടെ കുടുംബമാകും. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തനം കൊണ്ട് ചിലത് തെളിയിക്കണം. മദ്രസയിൽ വെച്ച് ഉസ്താദ് പറഞ്ഞു കൊടുത്തു മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. സംസാരിച്ചാൽ കളവ് പറയുക, ഇത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. കുട്ടി പഠിച്ചു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ കുട്ടി കാണുന്നത് ഉമ്മ അടിച്ചു തുടച്ച് വൃത്തിയാക്കുന്നതിനിടയില് ഉപ്പാക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് നിലത്ത് വീണങ്ങ് പൊട്ടിപ്പോയി. അബദ്ധത്തിൽ സംഭവിച്ചതാണ്. മോനത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഉമ്മ മോനോട് പറയാണ്, മോനെ ഇത് ഉപ്പനോട് പറയരുത് കേട്ടോ, ചോദിച്ചാ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ മോന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ഉപ്പ വന്നപ്പോ ഉപ്പ അന്നത് ശ്രദ്ധിച്ചില്ല, വന്നപാട് ഉപ്പ അത് നോക്കൂലല്ലോ. പിന്നീട് എപ്പോഴോ അത് കാണാതായി തെരഞ്ഞു നടക്കുമ്പോ ഇവനിങ്ങനെ ഉമ്മാനെങ്ങനെ നോക്കുന്നുണ്ട്. എന്താ പറയേണ്ടത്? ഞാനിപ്പൊ പറഞ്ഞു കൊടുക്കും എന്നുള്ള നിലക്കാണ്. പറഞ്ഞു കൊടുക്കല്ലേ. അപ്പൊ പിന്നെ ഇവന് ചിലത് ആവശ്യപ്പെടും. 100 ഉറുപ്പ്യ തരണം. 50 തന്നാ പോരെ, 100 വേണം. എന്നാ 100 തരാം, നീ പറഞ്ഞു കൊടുക്കല്ലേ. പറഞ്ഞു കൊടുത്തില്ല, 100 ഉറുപ്പ്യയും കിട്ടി. ഇവ മദ്രസെന്നും പഠിച്ചത് എന്താണ്? മദ്രസെന്നും പഠിച്ചത് സംസാരിച്ചാൽ കളവ് പറയൽ മുനാഫിക്കിന്റെ ലക്ഷണമാണ്. എന്തിനാ പഠിച്ചത്? പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനാണ്. എന്നാൽ ശരിക്കുള്ള ജീവിതത്തിലോ അത്യാവശ്യത്തിനൊക്കെ കളവ് പറയാം എന്ന് മാത്രമല്ല, അത് മുൻനിർത്തിക്കൊണ്ട് ഒരാളോട് അയാളെ നിന്ന് കാശ് വാങ്ങാനും പറ്റും. ഇതാണ് അവൻ പഠിക്കുക. കാരണം എന്താണെന്നറിയോ? ഇമാം ഗസാലി റഹ്മഹുല്ല പറഞ്ഞു, ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ഉമ്മ 1000 ഉസ്താദുമാർക്ക് തുല്യമാണ് എന്നാണ്. 1000 ഉസ്താദുമാർക്ക് തുല്യം. മോനെ, ആ ഗേറ്റ് കടന്ന് വരുന്ന പിരിവാരോട് പറഞ്ഞേക്ക് ഞാൻ ഇവിടെ ഇല്ല എന്ന്. ഉപ്പ മോനോട് പറയുമ്പോ മദ്രസയെന്ന് കളവ് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതല്ല കുട്ടി ജീവിതത്തിൽ പകർത്തുന്നത്, ഉപ്പ പറഞ്ഞു കൊടുത്തതാണ് ജീവിതത്തിൽ പകർത്തുന്നത്. കാരണം ഇമാം ഗസാലി റഹ്മഹുല്ല പറഞ്ഞു, ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ പിതാവ് 100 ഉസ്താദുമാർക്ക് തുല്യമാണ് എന്ന്. അപ്പോൾ വാക്കുകളെക്കാൾ അപ്പുറത്ത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ വരും തലമുറക്ക് നമ്മളിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നതാണ്. തൽക്കാലം കരച്ചിൽ നിർത്താൻ വേണ്ടി എന്ത് ചോദിക്കുന്നതും വാങ്ങിത്തരാം എന്ന് പറഞ്ഞേക്കരുത്. എവിടെ പോകണമെന്നാണോ ആവശ്യപ്പെടുന്നത് അത് ഞാൻ ഏറ്റു എന്ന് പറയരുത്. പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വാഗ്ദാനം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നത് മാത്രമേ ഓഫർ ചെയ്യാൻ പാടുള്ളൂ. തൽക്കാല നേരത്തേക്ക് കരച്ചിൽ മാറ്റാൻ കുട്ടിക്ക് നിങ്ങൾ ഓഫർ ചെയ്തത് വാങ്ങിക്കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വാഗ്ദത്ത ലംഘനം എന്ന് പറയുന്ന നിഫാഖാണ് അവർ പഠിക്കുക എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ചോറ് വാരി കൊടുക്കുമ്പോൾ അമ്പിളിമാമനെ കാണിച്ച് ചോറ് കൊടുക്കുന്നത്
മലയാളികൾക്കിടയിലുള്ള ഒരു ശീലമാണ്. പക്ഷേ അവിടെയുള്ള കാക്കക്കും പൂച്ചക്കും ഒക്കെ ചോറ് കാണിച്ച് അതിനൊന്നും തരൂല എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് കൊടുത്താ കുട്ടി പഠിക്കുന്നത് ഒന്നിനും ഒരു മണി പറ്റും കൊടുക്കരുത് എന്ന പാഠമാണ്. വയറ് വശക്കുന്ന കുട്ടിയുടെ മുമ്പിൽ ഈ കാക്ക പൂച്ച കളിയൊന്നും ഇല്ലാതെ തന്നെ കുട്ടി ഭക്ഷണം കഴിച്ചോളും. പക്ഷേ ആ ചോറുരുളയുടെ കൂടെ നിങ്ങൾ കൊടുക്കുന്ന സ്വഭാവം എന്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ജീവിതം കൊണ്ട് മാതൃക കാണിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അവരുമായിട്ട് സഹവസിക്കണം. എങ്ങനെയാണ് സഹവസിക്കുന്നത്? മനുഷ്യന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് അനുകരണമാണ്. അവന്റെ പ്രകൃതം. മുമ്പ് എങ്ങനെയോ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ കഥയുണ്ട്. ഏതോ വിനോദസഞ്ചാരികളിൽ നിന്നോ മറ്റോ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു. തെരഞ്ഞു നടന്ന് കണ്ടില്ല. അവര് ദുഃഖിച്ച് അവര് പിരിഞ്ഞു പോയതാണ്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം പോയ വേറെ ഒരു യാത്രാ സംഘം കുറെ കുരങ്ങുകൾക്കിടയിൽ ഒരു കുട്ടിയെ കാണുകയാണ്. സൂക്ഷിച്ചു നോക്കുമ്പോ അത് കുരങ്ങല്ലെന്ന് മനസ്സിലായി, ഒരു മനുഷ്യക്കുട്ടിയാണ്. 8-10 വയസ്സ് പ്രായമായ ഒരു മനുഷ്യക്കുട്ടിയാണ്. മുലകുടി പ്രായത്തിൽ നഷ്ടപ്പെട്ടു പോയ ആദ്യത്തെ യാത്രാ സംഘത്തിലെ കുട്ടിയാണ് അതെന്നൊക്കെ പിന്നീട് മനസ്സിലാവുന്നത്. പക്ഷേ 10 വയസ്സുള്ള ഈ കുട്ടി കുരങ്ങിനെ പോലെ മരം ചാടുകയും കൊഞ്ഞനം കുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിയും നമ്മൾ നടക്കുമ്പോൾ ഇതുവരെ നടക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു ആട്ടിൻകുട്ടിയും നമ്മളെപ്പോലെ ചാടാൻ ശ്രമിച്ചിട്ടില്ല. ഒരു പശുക്കുട്ടിയും നമ്മളെപ്പോലെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ കുരങ്ങിന്റെ കൂടെ ഒരു കുട്ടി കുറച്ചു കാലം താമസിച്ചപ്പോൾ ആ കുരങ്ങിനെ പോലെയുള്ള ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അനുകരണത്തിൽ 1-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടികളോട് ഏറ്റവും നന്നായി സഹവസിക്കുക, ആ സഹവാസത്തിൽ അവർക്ക് ഏറ്റവും നല്ലത് മാത്രം നൽകുക എന്നതാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃകയുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. മക്കൾക്ക് വേണ്ടി മക്കളില്ലാത്തപ്പോൾ ദുആ ചെയ്തത് മാത്രമല്ല, മക്കളോടൊപ്പം കൂടി ദുആ ചെയ്തു. മക്കളോടൊപ്പം മാത്രമല്ല കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോ ഭാര്യയും ഭർത്താവും എന്നാണല്ലോ നമ്മൾ മലയാളത്തിൽ പറയാ, ഇണതുണകൾ. ആ ഇണകൾ ഒന്നിച്ച് ഒദു ചെയ്ത് ഇരുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ഒരാൾ ഒരല്പം ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് പിറകിലിരിക്കുന്ന ആൾ ആമീൻ പറഞ്ഞു നോക്കൂ. ഒരു വല്ലാത്ത ഒരു ഹൃദയബന്ധം രൂപീകരിക്കപ്പെടുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ മക്കളെ കൂടി വിളിച്ചിരുത്തു. അങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാം മകനോടൊപ്പം പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാം മക്കളോടൊപ്പം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ത്യാഗം സഹിക്കാനുള്ള സന്നദ്ധത മക്കൾക്ക് വളർത്തിയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്കുള്ള മാതൃക പറയാൻ ഈ സമയം ഒട്ടുമേ മതിയായതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ വാരിയെടുത്ത് ഉമ്മ വെച്ചത് നമ്മൾ അറിയേണ്ടത് 23 കൊല്ലക്കാലം കൊണ്ട് ജീവിച്ചു തീർത്ത കാര്യമാണ്. ഇന്നും പ്രബന്ധങ്ങൾ എഴുതി തീരാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് എത്രയെത്ര യൂണിവേഴ്സിറ്റികളിൽ ഇനിയും പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണമായ ജീവിതത്തിന്റെ കാലയളവ് 23 കൊല്ലത്തതാണ്. അത്രയും തിരക്കേറിയിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ കളിക്കുന്നത് കണ്ടാൽ ഗൗരവത്തിൽ മാറിപ്പോവുകയല്ല, ആ മക്കളോടൊപ്പം കളിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പേരക്കുട്ടികളെ ചുമലിലിരുത്തിയിട്ട് കുതിര കളിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്ക് കയറി വരുന്ന കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് ഉമ്മ വെച്ച് 1-ാമത്തെ സഫിൽ കൊണ്ടുപോയി ഇരുത്തുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും കുട്ടികളെ പിടിച്ച് ഉമ്മ വെക്കുന്നത് കണ്ടപ്പോൾ ഒരു സഹാബി ചോദിച്ചു, എന്റെ വീട്ടിൽ 10 മക്കളുണ്ട്, ഞാൻ ഇതുവരെ ആരെയും ഉമ്മ വെച്ചിട്ടില്ല. വലിയൊരു കാര്യമായിട്ട് പ്രസ്താവിച്ചതായിരിക്കും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കൽബിനകത്ത് കാരുണ്യമില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കുട്ടികളോടൊപ്പമാകുമ്പോൾ കുട്ടികളെ പോലെയാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ പരിഗണിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് കാതോർച്ച് അങ്ങ് പോ എന്ന് പറഞ്ഞ് ആട്ടുന്നതിന് പകരം
പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത്, അഭിനന്ദിക്കുന്നത്, അവരുടെ ഫിത്രത്ത് വളർന്നു വരാൻ, അത് നിലനിർത്താൻ വലിയ പ്രചോദനം ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകന്മാരുടെ കുടുംബങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, 24 മണിക്കൂർ മതിയാവാത്ത പ്രവർത്തനത്തിന്റെ ആവശ്യകതയാണ് നാട്ടിലുള്ളത്. അതുകൊണ്ട് പ്രവർത്തന പദത്തിലായിരിക്കും ഉണ്ടാവുക, കുടുംബത്തിൽ ഉണ്ടാവൂല. എപ്പം നോക്കിയാലും യോഗമാണ്, പ്രവർത്തനമാണ്, സേവനാണ് എന്നത് ചിലപ്പോഴെങ്കിലും ഒരു പരാതിയായിട്ട് പലരും ഉന്നയിക്കാറുണ്ട്. സംഗതി ശരിയാണ്, ആളെ കിട്ടാനില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പക്ഷെ എന്തിനാണ് ഇയാൾ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഹാജറ റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, എങ്ങോട്ടാ നിങ്ങൾ പോണത്? ഹാജർ റളിയല്ലാഹു അൻഹയെ മക്കത്താക്കിയിട്ട് തിരിച്ചു പോവാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. എങ്ങോട്ടാ നിങ്ങൾ പോണത്? മറുപടി ഇല്ല. അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോണത്? മറുപടി ഇല്ല. വീണ്ടും ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? മറുപടി ഇല്ല. പോവന്നെ. അവിടെ ആരാ ഉള്ളത്? നാത്തൂനില്ല, അമ്മായിമ്മല്ല, ഇളയച്ചനില്ല, മൂത്തച്ചില്ല, ആരുമില്ല. ഈ പിഞ്ചു കുട്ടിയെ അവിടെ നിർത്തി ഈ ഹാജർ റളിയല്ലാഹു അൻഹയെ അവിടെ ഒറ്റക്കാക്കി പോവാണ്. എങ്കിൽ പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാഹു അമറക ബിഹാദ, അല്ല പറഞ്ഞിട്ടാണോ പോണത്? അള്ളാന്റെ മാർഗത്തിലാണോ പോണത്? അതെ, നിങ്ങൾ പോയിക്കോ, എനിക്ക് അല്ല മതി. അള്ളാന്റെ മാർഗത്തിലാണോ പോണത്? എങ്കിൽ എനിക്ക് അല്ല മതി. അഥവാ നമസ്കാരം പോലെ, നോമ്പ് പോലെ, സകാത്ത് പോലെ, ഹജ്ജ് പോലെ, ഉംറ പോലെ, സിക്ർ പോലെ, ദുആ പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനിവാര്യമായി ഉണ്ടാകേണ്ടുന്ന അംറും ബിൽ മഅറൂഫ് വനഹ്യും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് പോകുന്നതെങ്കിൽ അതിനു വേണ്ട സഹായങ്ങളും ആശംസകളും ആശീർവാദങ്ങളും പിന്തുണയും നൽകുന്നതും ആ സൽക്കർമ്മത്തിൽ പങ്കെടുക്കുന്നത് പോലെയാണ്, പങ്കെടുക്കലാണ്. ആ അർത്ഥത്തിൽ ഇതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബത്തിന് ബർക്കത്തുണ്ടാകാൻ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായിട്ട് നമ്മളെ കൂടി എണ്ണാൻ ഈ ഇറങ്ങിപ്പോക്ക് കാരണമാകുമെങ്കിൽ അതിനു വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നിടത്തേക്ക് ഉയർന്നു നിൽക്കാൻ കുടുംബത്തിലെ ഓരോ അംഗത്തിനും കഴിയണം. ഞാൻ എന്തിനാണ് പോകുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ ഇറങ്ങിപ്പോകുന്നവർക്കും കഴിയണം. വന്നു കിട്ടുന്ന നേരത്ത് തിരക്കൊഴിഞ്ഞ് മാറി നിന്ന് കുടുംബത്തോട് സല്ലപിക്കാനും കളിക്കാനും വിനോദത്തിൽ ഏർപ്പെടാനും സാധിക്കണം. വീട്ടിന് പുറത്ത് ഗൗരവപ്പെട്ട വിഷയങ്ങളിൽ എന്തൊരു മുഖഭാവമാണോ ഉണ്ടായിരുന്നത്, അതേ മോഡിൽ തന്നെ വീട്ടിൽ വന്നു കയറരുത്. വീട്ടിലെത്തുന്നതോടുകൂടി പിന്നെ അത് മാറണം, മാറ്റാൻ കഴിയണം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഓട്ടമത്സരം നടത്തുകയാണ്, അല്ലേ? ഓട്ടമത്സരം നടത്തുകയാണ്. എന്നിട്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിക്കുകയാണ്. അപ്പൊ സങ്കടമായി പോയി ആയിഷ റളിയല്ലാഹു അൻഹക്ക്. പിന്നീട് ഒന്നുകൂടി മത്സരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വിജയിക്കുകയാണ്. വമ്പിച്ച കരുത്തും ആരോഗ്യവും ആ ഇടവേളയിൽ നേടിയെടുത്തത് കൊണ്ടല്ല, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റുകൊടുക്കുകയാണ്. തോറ്റുകൊടുക്കുന്നതിന്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തോറ്റുകൊടുക്കുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എതിരാളികളെയാണ് നമ്മൾ പരാജയപ്പെടുത്തേണ്ടത്. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഇണതുണകളെ, നമ്മുടെ മക്കളെ, നമുക്ക് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ വിജയിപ്പിക്കുക എന്നതിന് വേണ്ടി നമ്മൾ തോറ്റുകൊടുക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ആ മനോഹരമായ അനുഭവത്തിലേക്ക് നമുക്ക് ഉയർന്നു നിൽക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈമാനികമായും ഉന്നതിയിലെത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് ഇണകളായി സൃഷ്ടിച്ചത്? ലിതസ്കുനു അലൈഹ. എന്തിനു വേണ്ടിയാണ്? ശാന്തി ഉണ്ടാകാനാണ്.
സമാധാനമുണ്ടാകാനാണ്. ആ ശാന്തിയും സമാധാനവുമുള്ള ഇണതുണകൾക്കിടയിൽ പിന്നെ മറകളില്ലട്ടോ. നമ്മൾ സാധാരണ പലതും മറച്ചു വെക്കുന്നവരാണ്. നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരത്തിന്റെ ന്യൂനതകളെ മറച്ചു വെക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വീട് പ്രത്യേകമായ രീതിയിൽ ഒരുക്കി നിർത്തുന്നത് പലതും മറച്ചു വെക്കുകയാണ്, പോരായ്മകൾ മറച്ചു വെക്കുകയാണ്, അല്ലെ? നമ്മുടെ ചുവരുകളിലെ വിള്ളലുകളും കറകളും പാടുകളും മറച്ചു വെക്കാനാണ് നാം അതിന്റെ മുകളിൽ പെയിന്റ് അടിക്കുന്നതും പോളിഷ് ചെയ്യുന്നതും. മാന്യതയുടെ, മര്യാദയുടെ, അലങ്കാരത്തിന്റെ പേരിൽ പലതും മറച്ചു വെക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഇണതുണകൾക്കിടയിൽ പിന്നെ മറയില്ല. ഹുന്ന ലിബാസും ലക്കും വ അൻതും ലിബാസും ലഹുന്ന. നിങ്ങൾ അവരുടെ വസ്ത്രമാണ്, അവർ നിങ്ങളുടെ വസ്ത്രമാണ്. ഒരു വസ്ത്രത്തിനും മനുഷ്യനും ഇടയിൽ എന്തു മറയാണുള്ളത്? ഒരു മറയുമില്ല. അഥവാ എല്ലാ മേക്കപ്പുകൾക്കും അപ്പുറത്ത്, എല്ലാ അലങ്കാരങ്ങൾക്കും അപ്പുറത്ത്, എല്ലാ ആടയാഭരണങ്ങൾക്കും അപ്പുറത്ത് ഒരു മനുഷ്യനുണ്ടല്ലോ അതിനുള്ളിൽ. ആ മനുഷ്യർ തമ്മിലാണ് ഇണതുണകളായി ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മറകൾ ഒഴിവാക്കുമ്പോഴാണ്, അങ്ങനെ യാതൊരു പിടിച്ചുവെക്കലുകളും ഇല്ലാത്ത വിധം തുറന്ന പ്രകൃതത്തോടെ സമീപിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഇണതുണകളായി ജീവിക്കാൻ കഴിയുക. നമ്മളല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ആയിരുന്നെങ്കിൽ നമ്മളെപ്പോലെ എത്രയെത്ര ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ബാക്കി ഉണ്ടാകേണ്ടിയിരുന്നു. പലരും അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടില്ലേ? കുഴഞ്ഞു വീണ് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിട്ടില്ലേ? പലരും വീട്ടിനകത്തെ സീലിംഗ് മാത്രം കാണുന്ന രീതിയിൽ മലർന്നു കിടപ്പില്ലേ? നമ്മുടെ കുടുംബത്തിലും അയൽപക്കത്തുമൊക്കെ. എന്തേ ഇപ്പോഴും നമുക്ക് രണ്ടു കാലുകളിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നു? നമ്മുടെ എന്തോ വലിയ മികവ് കൊണ്ടൊന്നുമല്ല, റബ്ബിന്റെ തീരുമാനമാണ്, അവന്റെ ഔദാര്യമാണ്. അഥവാ നമ്മുടെ ജീവിതം നമ്മൾ അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. അള്ളാഹിനോട് നമ്മൾ ചോദിക്കേണ്ടത്, പടച്ചോനെ എന്തായാലും തരണേ എന്നല്ല. നമ്മൾ അങ്ങനെ ചോദിക്കുക, അല്ലെ? പലപ്പോഴും നമ്മൾ ചോദിക്കുക എങ്ങനെയാണ്? പടച്ചോനെ എന്തായാലും തരണേ, എങ്ങനെയെങ്കിലും തരണേ, അല്ല ഹൈറാണെങ്കിൽ തരണേ എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയണം. നമ്മുടെ മക്കളുടെ റിസൾട്ട് ആണെങ്കിലും അവരുടെ ജീവിതത്തിലെ ഏതൊരു ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണെങ്കിലും, നമ്മുടെ മകൾക്ക്, നമ്മുടെ മകന് ഒരു വിവാഹാന്വേഷണം വരികയാണെങ്കിൽ എന്തായാലും റബ്ബേ ഇത് നടത്തി തരണേ, എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരണം. അങ്ങനല്ല, പടച്ച തമ്പുരാനെ എനിക്ക് ഖൈറാണോ ഷർറാണോ എന്ന് നിനക്ക് മാത്രല്ലേ അറിയുള്ളൂ. റബ്ബേ നിനക്ക് മാത്രല്ലേ ഗൈബ് അറിയുള്ളൂ, വേറെ ആർക്കും അറിയൂലല്ലോ. എന്റെ നോട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഇന്നതൊക്കെ കാണുന്നുണ്ട് എങ്കിലും അതിനപ്പുറത്ത് നിനക്കല്ലേ അറിയുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഖൈറാണെങ്കിൽ നൽകണമേ. അതോടുകൂടി നാം അള്ളാഹിനെ ഏൽപ്പിച്ച് കഴിഞ്ഞു. അത് അങ്ങനെ ഏൽപ്പിച്ച് കഴിഞ്ഞതിൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. പടച്ച തമ്പുരാൻ തരാൻ വിചാരിച്ച് തടയാൻ ആർക്കും കഴിയില്ല, തടയാൻ വിചാരിച്ചത് തരാനും ആർക്കും കഴിയില്ല. എന്തൊക്കെ എനിക്ക് കിട്ടിയോ അതൊക്കെ റബ്ബ് തന്നതാണ്. എന്തെല്ലാം എനിക്ക് എന്നിൽ നിന്ന് കൈവിട്ടുപോയോ അതൊന്നും എനിക്ക് വേണ്ടതില്ലാത്തതാണ് എന്ന് സംതൃപ്തിപ്പെടാനും ഹസ്ബി അല്ലാഹ് എന്ന് പറയാനും നമുക്ക് സാധിക്കും. നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ പരിഗണിക്കുക, നമ്മളെ കൂടെയുള്ളവരെ നമ്മൾ കൂടെ ചേർത്തു പിടിക്കുക. അവരില്ലാതെ നമുക്ക് എന്താ ആഘോഷാണുള്ളത്? അവർ നമ്മുടെ കൂടെ ഇല്ലാതെ നമുക്ക് എന്ത് ആഘോഷാണുള്ളത്? അവർ നമ്മുടെ കൂടെ ഇല്ലാതെ നമുക്ക് എന്ത് സന്തോഷാണുള്ളത്? അതുകൊണ്ട് അവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മുടെ പിറകിലല്ല, നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന് ഓരോ നിമിഷത്തിലും നമ്മൾ ഉറപ്പുവരുത്തുക. കുടുംബജീവിതത്തിൽ മറന്നു പോകാത്ത ഒരു കാര്യമാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. മര്യാദക്കാർക്ക് 3 വഴി എന്നൊരു ചൊല്ലുണ്ട്. മര്യാദക്കാർക്ക് 3 വഴി. ഇന്നത്തെ പോലെ വലിയ വലിയ വീതിയുള്ള വഴികളില്ലാത്ത ഒരു കാലത്ത്, വീടുകളിലേക്ക് ഒറ്റയടിപ്പാതകൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത്, വയൽ വരമ്പുകളിലൂടെ ഒരാൾക്ക് മാത്രം നടക്കാൻ പാകമായിട്ടുള്ള ചെറിയ വയൽ വരമ്പുകളിലൂടെ സഞ്ചാരമുണ്ടായിരുന്ന ഒരു കാലത്ത്, ഇന്നും ഉണ്ടാവും അങ്ങനെ നാട്ടുമ്പുറങ്ങളിൽ. ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണ് വരമ്പിലൂടെ, അപ്പുറത്തു നിന്ന് ഇങ്ങോട്ടും ഒരാൾ നടന്നു വരികയാണ്. ആ രണ്ടുപേരും ഇങ്ങനെ വന്ന് മുഖാമുഖം എത്തുമ്പോ രണ്ടുപേർക്ക് പോകാനുള്ള വഴിയില്ല. രണ്ടുപേരും മര്യാദക്കാരാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരാൾ
അപ്പുറത്ത് നിന്ന് വരുന്ന ആൾക്ക് വേണ്ടി വേഗം വയലിലേക്ക് ഇറങ്ങി നിൽക്കും. കാലിന്റെ നെരിയാണി വരെ ചളിവെള്ളത്തിലായിരിക്കും അയാൾ നിൽക്കുക. പക്ഷെ ഇയാൾ ഇറങ്ങുമോ എന്ന് നോക്കാനുള്ള നേരം ഈ മര്യാദക്കാരനില്ല. അയാൾ ഇങ്ങോട്ടും ഇറങ്ങി നിന്നിട്ടുണ്ടാകും. അപ്പൊ അവരുടെ മുമ്പിൽ 3 വഴിയാണ്. ഇറങ്ങിയപ്പോൾ രൂപപ്പെട്ട പുതിയ 2 വഴികളും ആദ്യമേ തന്നെയുള്ള ഈ വരമ്പും. ആ ചെളിവെള്ളത്തിൽ കാലും മുക്കി 2 പേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് സന്തോഷം പ്രകടിപ്പിച്ച് വിശേഷം പങ്കുവെച്ച് അങ്ങ് കയറി പോവുകയും ചെയ്യും. വരമ്പിന്റെ ഒടുവിൽ വയലിൽ നിന്ന് കരയിലേക്ക് കയറുന്നിടത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാലുമുക്കി കഴുകി വൃത്തിയാക്കി സന്തോഷത്തോടെ അയാൾ നടന്നു പോകുന്നുണ്ടാകും. മര്യാദക്കാർക്ക് 3 വഴിയാണ്. ഇനി ഒരാൾ മര്യാദയുള്ളവനും മറ്റേയാൾ മര്യാദ ഇല്ലാത്തവനുമാണെങ്കിലോ? അപ്പോൾ മര്യാദ ഉള്ളവൻ നേരെ ഇറങ്ങിക്കൊടുക്കും. മറ്റേയാൾ ഇറങ്ങാതെ അമ്പട ഞാനേ എന്ന് പറഞ്ഞ് കിബിറോടെ മുന്നോട്ട് പോകും. എന്നാലും അവരുടെ മുമ്പിൽ 2 വഴിയുണ്ടാകും. ഒന്ന്, ഒരാൾ വരമ്പിലൂടെ നടക്കുന്ന വഴിയും മറ്റേത് വിട്ടുവീഴ്ചയുടെ ചളിയിൽ ചവിട്ടിയുള്ള വഴിയും. പക്ഷേ പിന്നീട് വരമ്പിൽ കയറി പോകുമ്പോ ഈ വരമ്പിലൂടെ മാത്രം നടന്ന മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു നോക്കും. മോശമായിപ്പോയി ഞാൻ ചെയ്തത് എന്ന ഭാവത്തിൽ. പിന്നീട് അവന്റെ ജീവിതത്തിൽ അത് വലിയ തിരുത്തുകൾക്ക് പ്രചോദനമായി തീരാനും സാധ്യതയുണ്ട്. ഇനി 2 പേരും മര്യാദയില്ലാത്തവരാണെങ്കിൽ അവരുടെ മുമ്പിൽ എത്ര വഴിയുണ്ടാകും? എത്ര വഴിയുണ്ടാകും? ഒറ്റ വഴിയും ഉണ്ടാവില്ല. കാരണം എന്താണ്? 2 പേരും വന്ന് മുഖാമുഖം നിൽക്കും. ഒരാൾ മറ്റേയാളോട് ഇറങ്ങാൻ പറയും. അപ്പോൾ അയാൾ ഇയാളെ ചീത്ത വിളിക്കും. മറ്റേയാൾ ഉപ്പാക്ക് പറയും. അല്ലേ? 2 പേരും തമ്മിൽ സംഘർഷമായിട്ട് അടിപിടിയായിട്ട് വയലിൽ വീണാൽ നേരത്തെ കാലിന്റെ നെരിയാണി വരെ മാത്രമാണ് ചളിയാകാൻ സാധ്യതയെങ്കിൽ ഇപ്പോൾ മൂർധാവ് വരെ ചളിയായിട്ട് യാത്ര മുടങ്ങും. മര്യാദയില്ലാത്തവരുടെ മുമ്പിൽ വഴിയില്ല. ഇത് വരമ്പിൽ നടക്കുന്നവരെ കുറിച്ചല്ല, കുടുംബത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്ക്. ദമ്പതിമാർക്കിടയിൽ 2 പേരും മര്യാദക്കാരാണെങ്കിൽ അവരുടെ മുമ്പിൽ എല്ലാ ദിവസവും ധാരാളം വഴികൾ ഉണ്ടാകും. ഇനി അഥവാ ഒരാൾ താഴ്ന്നു കൊടുത്താൽ, ഒന്ന് വിട്ടുവീഴ്ച കാണിച്ചാലും 2 വഴിയുണ്ടാകും. മാനക്കേടില്ലാതെ ജീവിക്കാം. 2 പേരും അവകാശങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ അവരുടെ കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള വഴിയില്ലാതെ മൂർധാവ് വരെ ചെളിയിലായി തകർന്നു പോവുക എന്നതാണ് സംഭവിക്കുക. അതുകൊണ്ട് വിട്ടുവീഴ്ച വേണം, മര്യാദക്കാരായി മാറണം. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, പ്രേമവും കാരുണ്യവും റബ്ബ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ദൃഢമുള്ളതാക്കി മാറ്റാൻ വേണ്ടി ഇട്ടുതന്ന 2 വികാരങ്ങളാണ്. 2 റബ്ബിന്റെ ഗുണങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. ഒന്ന് സ്നേഹമാണ്, അത് റബ്ബിന്റെ ഗുണമാണ്. മറ്റൊന്ന് കാരുണ്യമാണ്, അത് റബ്ബിന്റെ പേരാണ്, അർ-റഹ്മാൻ. പക്ഷെ ഇത് 2ഉം നമ്മളിൽ എല്ലായ്പ്പോഴും പ്രകടമായി കൊണ്ടിരിക്കണം. പെട്ടിക്കകത്ത് നിധി വെച്ച് അത് താക്കോൽ കൊണ്ട് പൂട്ടി ആ താക്കോൽ വലിച്ചെറിഞ്ഞതുപോലെയാണ് പ്രകടിപ്പിക്കാത്ത സ്നേഹം. ഒരു ഫലവും ചെയ്യുകയില്ല. മനസ്സിനകത്ത് വെച്ചാൽ ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു വികാരമാണ് പ്രേമം, സ്നേഹം. അത് പ്രകടിപ്പിക്കണം. എങ്ങനെ പ്രകടിപ്പിക്കാം? അഭിനന്ദനങ്ങൾ കൊണ്ട് പ്രകടിപ്പിക്കാം, സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് പ്രകടിപ്പിക്കാം. അതെങ്ങനെ പ്രകടിപ്പിക്കാം? പരിഗണന കൊണ്ട് പ്രകടിപ്പിക്കാം, തുറന്നു പറച്ചിലുകൾ കൊണ്ട് പ്രകടിപ്പിക്കാം. സ്നേഹപ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളെ ദൃഢമുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോ എന്തിനാണ് റബ്ബ് നമുക്ക് 2 ചെവിയും 1 നാവും തന്നത് എന്ന് ബോധ്യാവും. കുറച്ചു പറയാനും ഒരുപാട് കേൾക്കാനുമാണ്. ആർക്കൊന്നും കേൾക്കാൻ നേരല്ലെങ്കിൽ കേൾക്കാൻ ആരെങ്കിലും വ്യാജമായി നിന്നുകൊടുത്താൽ ആ വ്യാജ കേന്ദ്രങ്ങളിലേക്ക് പറയാനുള്ളവർ പോവുക എന്നതാണ് സംഭവിക്കുക. അതുകൊണ്ട് കേട്ടുകൊടുക്കണം. ദമ്പതികളുടെ ജീവിതത്തിൽ ഒട്ടും പ്രാധാന്യം കുറച്ച് കാണാൻ കഴിയാത്ത ഒന്നാണ് ലൈംഗികമായ ജീവിതത്തിൽ ആവശ്യമെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നാണം കൊണ്ട്, നമ്മുടെ ലജ്ജ കൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല. പക്ഷെ ദമ്പതികളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്, ഒരു വശമാണ് അത്. ഊഹങ്ങളും അഭ്യൂഹങ്ങളും തെറ്റായ കാഴ്ചപ്പാടുകളും മാറ്റിവെക്കാൻ, കൃത്യതയുള്ള ധാരണ ആ വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും ശരിയായ സോഴ്സിൽ നിന്ന് അതിന്റെ പാഠങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം.
കാരണം അത് കുടുംബ ബന്ധത്തിന്റെ നിലനിൽപ്പിനും അടിയുറപ്പിനും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു വെക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിന്റെ ബാലൻസിങ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഷേക്സ്പിയർ പറഞ്ഞല്ലോ, ലൈഫ് ഈസ് എ ഡ്രാമ, മാൻ ഈസ് ആൻ ആക്ടർ. ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകമാണ്, മനുഷ്യൻ അതിലെ അഭിനേതാവാണ്. നാടകത്തിലൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരാൾക്ക് തന്നെ ചിലപ്പോൾ ഡബിൾ റോൾ ഉണ്ടാകും. നാടകത്തിലും സിനിമയിലൊക്കെ ചിലപ്പോൾ ഒരേ മനുഷ്യൻ തന്നെ 3 കഥാപാത്രമായിട്ട്. ഞാൻ ഒരിടത്ത് ഇത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു 10 കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ ഉണ്ട്, എനിക്ക് അറിഞ്ഞൂടെ അതിന്റെ പേര്. അത്യപൂർവമായിരിക്കും അത്. പക്ഷെ ഞാനിതിവിടെ പറയണത് എന്തിനാന്ന് വെച്ചാൽ, ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ ഒരു റോൾ ഭംഗിയായി നിർവഹിച്ചു, മറ്റൊരു റോൾ പരാജയപ്പെട്ടാലോ ആ സിനിമ പൊളിഞ്ഞു പോകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഡബിൾ റോൾ അല്ല, ട്രിപ്പിൾ റോൾ അല്ല, മൾട്ടി റോളാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുമിച്ച് ചെയ്യണം. പിതാവായിട്ട്, മക്കളായിട്ട്, ഭർത്താവായിട്ട്, സഹോദരനായിട്ട്, അയൽവാസിയായിട്ട്, ജോലിക്കാരനായിട്ട്, തൊഴിലുടമയായിട്ട്, നേതാവായിട്ട്, അനുയായിയായിട്ട്, ഭാര്യയായിട്ട് ഏറ്റവും നന്നായി തന്നെ ആ കഥാപാത്രത്തെ ചെയ്തു തീർത്തു, മകളായിട്ട് തോറ്റുപോയാലോ? മകനായിട്ട് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചു തീർത്തു, ഭർത്താവ് എന്ന റോളിൽ പരാജയപ്പെട്ടാലോ? അതുകൊണ്ട് ജീവിതത്തിലെ സന്തുലിതത്വം. ഞാൻ ഒരേ സമയത്ത് ഭർത്താവാണ്, അതേ സമയത്ത് ഞാൻ എൻ്റെ ഉമ്മയുടെ മകനാണ്, ഞാൻ എൻ്റെ അയൽവാസിയുടെ അയൽക്കാരനാണ്, എൻ്റെ തൊഴിൽ സ്ഥാപനത്തിലെ തൊഴിലുടമയോ തൊഴിലാളിയോ ആണ്, ഞാൻ ഒരേ സമയത്ത് അനുയായിയാണ്, ഞാൻ ഒരേ സമയത്ത് വ്യത്യസ്ത റോളുകളിലാണ് അഭിനയിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ എല്ലാറ്റിനോടും നീതി പാലിക്കാനും സന്തുലിതത്വം പുലർത്താനും നമുക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കി തീർക്കാൻ കഴിയും. ഇനി ഒറ്റ വാക്കുകൂടിയാണ് എനിക്ക് പറയാൻ ബാക്കിയുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ സകല നിയന്ത്രണങ്ങളെയും തകർത്ത് കളയുന്ന നമ്മുടെ സ്ക്രീൻ ടൈമിന്റെ ആധിക്യത്തെ കുറിച്ചാണ്. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ കത്തി പോലെയാണ്, പ്രയോജനപ്രദമായ അത് തന്നെ അമിതോപയോഗത്താലും അശ്രദ്ധയാലുള്ള ഉപയോഗത്താലും നമ്മുടെ ജീവിതത്തിൽ വലിയ പരിക്കുകൾ ഉണ്ടാക്കാൻ അത് കാരണമാകും. രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും റൂമിൽ കയറി വാതിലടച്ചിട്ട് കട്ടിലിൽ കയറി കിടന്ന് ഭർത്താവിന് ഭാര്യയോടൊന്ന് നീങ്ങിക്കിടക്കാൻ പറഞ്ഞിട്ട് ഓള് കേൾക്കുന്നില്ല, ഓള് വാട്സപ്പിലാണ്. കുറെ നേരം പറഞ്ഞിട്ട് അവള് കേൾക്കാതായപ്പോ അയാൾക്ക് കിടക്കൽ നിർബന്ധമായ സമയത്ത് അയാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, അത്രേ, നീ ഒന്ന് നീങ്ങിക്കിടക്കുന്നു. ഉടനെ തന്നെ അവള് നീങ്ങിക്കിടന്നു എന്നാണ് കഥ. തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയോട് ഭർത്താവിന് വാട്സപ്പ് വഴി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്നത്രയും സ്ക്രീൻ ടൈം നമ്മുടെ ജീവിതത്തെ കവർന്നെടുക്കുന്ന ഒരു കാലത്ത് നമ്മൾ ബോധപൂർവം നമ്മുടെ മറ്റുള്ളതിന്റെ മുടക്കം വരാത്ത വിധം അതിനെ നിയന്ത്രിക്കാൻ സന്നദ്ധരാവണം. നമ്മുടെ ജീവിതം അള്ളാഹുവിന് ഇഷ്ടകരമായ വിധത്തിൽ, നമ്മുടെ കുടുംബം ഇമ്പമുണ്ടാകുന്ന വിധത്തിൽ വളർത്തി പരിഷ്കരിച്ചെടുക്കാൻ ഈ ക്ലാസ് ഒരു പ്രചോദനമായെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവസ്തുതിയും. അങ്ങനെ അള്ളാഹു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ്. വളരെ സാഗൂതം ശ്രദ്ധാപൂർവം കണ്ണിമ വെട്ടാതെ ഈ ഉച്ച ഭക്ഷണാനന്തര സെഷനിലും നിങ്ങൾ ഇരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ഞാനതിൽ വിസ്മയിക്കുന്നുണ്ട്. ഒരു പ്രഭാഷകനെ പ്രലോഭിപ്പിക്കുന്ന അത്രയും നല്ല ശ്രദ്ധാപൂർവം നിങ്ങൾ ഇരുന്നതിന് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.